നമ്മൾ ഇതുവരെ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് അർജുനൻ വളരെയധികം വിഷമിച്ചിട്ട് ഭഗവാനെ ശരണാഗതി പ്രാപിച്ചതായിട്ട് നമ്മള് 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മസമൂഢചേത യശ്രേയ സാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. ഹരേ കൃഷ്ണ. ഭഗവാനും എന്താ പറഞ്ഞത്? അല്ല, അർജുനൻ എന്താ ഭഗവാനോട് പറഞ്ഞത്? എന്നെ അങ്ങയുടെ ശിഷ്യനായിട്ട് സ്വീകരിച്ചാലും, കാരണം എനിക്ക് അറിയണില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന ആ അർജുനൻ ഈ 73ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഇവിടെ അർജുനൻ പറയുന്നു, ഞാൻ ഒരു പ്രാവശ്യം വായിക്കാം. നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഇവിടെ അർജുനൻ ഭഗവാനോട് പറയാണ്, കൃഷ്ണ എന്റെ നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ്വ, എന്താ ഉണ്ടായത്? എനിക്ക് മോഹങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്തുകൊണ്ടാ എനിക്ക് അങ്ങനെ വന്നത്? ത്വത്പ്രസാദ തരിഷ്യതി, എനിക്ക് അച്യുത, ച്യുതിയില്ലാത്തവനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, പ്രസാദാൻ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാ വിധത്തിലുള്ള മോഹങ്ങളും നഷ്ടമായിരിക്കുന്നു. ആ ആദ്യത്തെ ശ്ലോകത്തില് അർജുന വിഷാദ യോഗത്തില് അർജുനൻ ആ സൈന്യ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ള അർജുനന്റെ ഒരു അവസ്ഥയും ഇപ്പൊ അർജുനൻ എന്താ പറയണത്? എനിക്ക് ഇനി ഒന്നും വേണ്ട അർജുന, എന്നോട് കൃഷ്ണ എന്നോട് അങ്ങ് പറഞ്ഞാ മതി. കരിഷ്യേ വചനം തവ, അങ്ങയുടെ വാക്കുകളെ ഞാൻ ഏറ്റു ചെയ്യുന്നു. അപ്പോ ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുനനോട് പറയുന്നുണ്ട്. കാരണം അർജുന, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ അധർമ്മികളെ ഇല്ലാണ്ടാക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. പക്ഷെ ഭഗവാൻ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ എളുപ്പം വിചാരിച്ചാൽ തീർക്കാനുള്ളതേ ഉള്ളൂ എല്ലാവരും. ഇവിടെ പക്ഷെ ഭഗവാൻ അർജുനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്ന ഈ ഗുഹ്യമായ, ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെ, ഞാൻ ഈ പറഞ്ഞു തന്ന ഗുഹ്യമായ ഈ ഈ ജ്ഞാനത്തിനെ ആരാണോ ശ്രമിക്കുന്നത് അവരെ എല്ലാ വിധത്തിൽ നിന്നും മുക്തരാവുന്ന ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാല് ഇതെല്ലാം നീ കേട്ടില്ലേ? അപ്പൊ ഇതിൽ നിന്ന് അപ്പൊ അർജുനൻ ഈ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള ധാരണയും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും. അപ്പൊ ആ അജ്ഞാനത്തിൽ നിന്ന് നിനക്ക് മോക്ഷം കിട്ടിയില്ലേ? ഇപ്പൊ നിന്റെ വ്യാമോഹങ്ങളെല്ലാം നീങ്ങിയില്ലേ എന്ന് ഭഗവാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് 72ാമത്തെ ശ്ലോകത്തില്. എന്തിനാ അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ, എങ്ങനെ പോയാലും ഭഗവാൻ അർജുനന് അത് പറഞ്ഞു കൊടുത്തിട്ടേ മുന്നോട്ട് പോവുള്ളൂ. അതിനുള്ള ആൻസറാണ് അർജുനൻ പറയുന്നത്. എനിക്ക് എന്റെ എല്ലാ മോഹങ്ങളും, അതായത് എനിക്ക് ആവശ്യമില്ലാത്ത മോഹങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു അർജുനന്റെ മോഹങ്ങള്? എന്താ പറയാ, നമ്മുടെ അർജുനന്റെ ഗുരുവായ ദ്രോണാചാര്യരെ പറ്റിയും അതേപോലെ ഭീഷ്മദേവന്റെ, അതിന്റെ ആ ഒരു ദ്രോണരും ഭീഷ്മദേവനും എല്ലാം പൂജാർഹരാണ്. അവരെ കൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പാപമേൽക്കും. അതായിരുന്നു അർജുനന്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെ അർജുനൻ പറയേണ്ടത് സ്ത്രീകൾ ദുഷിച്ചു പോകും, കുട്ടികള് ആവശ്യമില്ലാത്ത സന്താനങ്ങൾ ഉണ്ടാവും, പിതൃക്കൾക്ക് കർമ്മം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയെല്ലാം അർജുനൻ ഓരോരോ എക്സ്ക്യൂസസുകൾ പറഞ്ഞ് പിന്നെ അർജുനൻ അത് കുറേശ്ശെ ആയിട്ട് എല്ലാത്തിൻ്റെയും സംശയങ്ങൾ മാറ്റി അവസാനം ഭഗവാൻ പറയുന്നുണ്ടല്ലേ, എന്താ പറയണത്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട്, നീ എല്ലാം വിട്ടോളൂ അർജുന, എന്നെ മാത്രം ശരണം പ്രാപിച്ചാൽ മതി, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട് അല്ലെ, എന്റെ കൂടെ, അതായത് നിന്റെ കൂടെ. എന്നാ ഭഗവാൻ അങ്ങനെ നമുക്കൊരു ഉറപ്പ് തരികയാണ് ഇവിടെ. ആ ഭഗവാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള അർജുനന്റെ ഒരു ശരിയായിട്ടുള്ള ആ ഒരു ബോധത്തിലേക്ക്, അല്ലെങ്കിൽ ആ അജ്ഞാനം മാറിയിട്ട് ആ ജ്ഞാനത്തിലേക്ക് വന്ന അർജുനനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ കൂടെ അർജുനൻ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ്. ഒരു തരത്തിലുള്ള വ്യാമോഹങ്ങളും എനിക്കില്ല, ഞാൻ അതിൽ നിന്നെല്ലാം
അങ്ങയുടെ വചനം കേട്ടിട്ട് അല്ലെങ്കിൽ അങ്ങയുടെ പ്രസാദത്താൽ ഞാൻ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നു. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും എനിക്കില്ല. അപ്പൊ ഇവിടെ അർത്ഥമായി വിവർത്തനം വായിക്കാം. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ എന്തിനാ അർജുനൻ ഇവിടെ തയ്യാറായിട്ടുള്ളത്? അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. അർജുനന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം എല്ലാം താഴ്ത്തു വീണതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ആ ഗാണ്ഡീവം എല്ലാം എടുത്തിട്ടാണ് അർജുനൻ പറയണത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനും അങ്ങേക്ക് വേണ്ടി. അപ്പൊ ഇവിടെ ഭഗവാൻ എല്ലാം നമ്മളോട് എന്താ പറയണത്? നമ്മളെല്ലാം ഭഗവാന് സറണ്ടർ ചെയ്യണം. ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം നമ്മള് എന്ത് ചെയ്താലും. ഇപ്പോ നമ്മള് ഒരു വീട്ടിലൊരു കഷ്ണം നുറുക്കിയാൽ പോലും ആ കഷ്ണങ്ങൾ നുറുക്കണത് ആ ഭംഗിയോടുകൂടെ നമ്മൾ ചെയ്താൽ അത് നമ്മുടെ ഭഗവാൻ ഉണ്ടാക്കേണ്ട പ്രസാദമാണ്. ആ പ്രസാദത്തിന് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് രുചി ആയിട്ട് നമ്മൾ ചെയ്യണത് എന്തിനാണ്? നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മള് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടിയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ജീവാത്മാവിന്റെ പ്രതിനിധി എന്ന നിലയിൽ അർജുനന്റെ മൂലസ്വരൂപാവസ്ഥ ഭഗവത് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കലാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ എല്ലാം മൂലസ്വരൂപം നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ. എന്താ നമ്മുടെ മൂലസ്വരൂപം? നമ്മുടെ മൂലസ്വരൂപമാണ് നമ്മൾ ജീവര സ്വരൂപഹൈ കൃഷ്ണേന നിത്യദാസ. കൃഷ്ണന്റെ നിത്യദാസനാണ് നമ്മളുടെ എല്ലാ മൂലസ്വരൂപം. അപ്പൊ ഭഗവാന്റെ നിത്യദാസന്മാരാണ് നമ്മളെല്ലാവരും. ആ ഒരു വിധത്തിലേക്ക് എത്തി എന്നാണ് ശ്രീല പ്രഭുപാദ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മൂലസ്വരൂപാവസ്ഥ ഭഗവത് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കലാണ്. അപ്പം ഒരു ജീവാത്മാവിന്റെ ജീവാത്മാവ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, അതായത് ഭഗവത് പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യാം. അതിനാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യണത് എന്താ പറയാ, ഭഗവാന്റെ കഥകൾ കേൾക്കണത്, ഭഗവാനെ പറ്റി പറയണത്, ഭഗവാന് വേണ്ടി പ്രസാദം ഉണ്ടാക്കണത്, ഭഗവാന് വേണ്ടി ഓരോ കർമ്മങ്ങളും ചെയ്യണതും എല്ലാം ഭക്തിയുത സേവനം തന്നെയാണ്. അങ്ങനെ ചെയ്യണം, അത് ചെയ്യണതാണ്. അങ്ങനെ നമ്മൾ ഭഗവാനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ആത്മസംയമനമാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. പരമപുരുഷന്റെ നിത്യദാസത്വമാണ് ജീവന്റെ സ്വാഭാവിക അവസ്ഥ എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. അപ്പൊ നമ്മുടെ കർത്തവ്യം എന്താണ്? ആത്മസംയമനമാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്നാണ് പറയുന്നത്. ആരുടെ കർത്തവ്യമാണ്? ആ ജീവാത്മാവ്, അതായത് ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ള ആ ഒരു ഭക്തൻ ചെയ്യണത്. അങ്ങനെ പരമപുരുഷന്റെ നിത്യദാസത്വമാണ് ജീവന്റെ സ്വാഭാവിക അവസ്ഥ. അപ്പൊ ഒരു ജീവന്റെ സ്വാഭാവിക അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ നിത്യദാസൻ. അത് തന്നെയാണ് പ്രഭുപാദ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് പറയാണ് ഇവിടെ, എങ്കിലും ഭഗവത് സേവനം കൊണ്ട് അവയിൽ നിന്ന് മുക്തനാവാം. അപ്പോ ഇവിടെ വേറൊരു വാക്ക് പറയണതാണ്, നമ്മള് ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ളത് മറന്നത് കൊണ്ടാണ് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയിൽ ബദ്ധനാവുന്നത്. നമ്മളെല്ലാവരും ബദ്ധാത്മാക്കളാണ്. കാരണം പലതരത്തിലുള്ള കർമ്മങ്ങൾ മൂലമാണ് നമ്മൾ ഇവിടെ ജന്മം എടുത്തിട്ടുള്ളതും ആ ജന്മത്തിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ചും ഈ ജന്മ മൃത്യു ജരാവ്യാധി എന്നുള്ള ഈ ബന്ധനത്തിൽ പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ ബന്ധനത്തിൽ നിന്നുള്ള നമ്മുടെ ഒരു മോചനമാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഭഗവത് സേവനം. ഭഗവാനെ സേവിക്കുക എന്ന് മാത്രമാണ് ഒരു ജീവാത്മാവിന്റെ ഒരു കടമ. അത് മാത്രല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് നിസ്സാരമായിട്ട് കളയാനുള്ളതല്ല. ഈ മനുഷ്യജന്മം അത്ര എളുപ്പം കിട്ടണതല്ല. കാരണം 84 ലക്ഷം ജീവജാലങ്ങളിൽ 4 ലക്ഷം വർഗങ്ങൾ മാത്രമേ മനുഷ്യനുള്ളൂ. അതിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ഭാരതത്തിൽ ജനിച്ചവർക്ക് മാത്രമാണ് വളരെ എളുപ്പത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഭാരതത്തിലുള്ളവർ ജന്മനാല് നിരീശ്വരവാദി ആയാലും ഈശ്വരവാദി ആയാലും ജനിക്കുമ്പോ തൊട്ടേ കൃഷ്ണ, രാമ, ഗോവിന്ദ, നരസിംഹ, വാമനൻ, വരാഹം അങ്ങനെയുള്ള എല്ലാ പേരുകളും അവർ കേട്ട് അവർക്ക് അറിയാം. പക്ഷെ അത് രണ്ടു തരത്തില് പ്രശ്നമാണ്. ഒന്ന് നമുക്ക് ഗുണമായിട്ട് കാരണം എടുക്കാം. കാരണം എന്താ വെച്ചാൽ കുട്ടികളൊന്നുമില്ല, അങ്ങനെ കേട്ട് വളരുന്നു. പക്ഷെ അതിന്റെ മഹത്വം നമ്മൾ ചിലപ്പോൾ അറിയണില്ല. ഇത് കേട്ടിട്ട് നമുക്ക് പരിചയം വരുമ്പോൾ നമുക്ക് അതിന്റെ മഹത്വം അറിയുന്നില്ല.
അതുകൊണ്ട് കൂടെയാണ് നമ്മൾ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവാത്തത്, അല്ലെ? അപ്പോ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് നമുക്ക് ഭഗവാന് സേവ ചെയ്ത് ഈ ജന്മമൃത്യു ജരാവ്യാധി എന്നുള്ള ഈ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ ആ പരമമായ ധാമത്തിലേക്ക്, അല്ലെങ്കിൽ ശാശ്വതമായ ആ ധാമത്തിലേക്ക് എത്തിച്ചേരണം. അതാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവള്ളി, ആ വള്ളിയിൽ കൂടെയാണ് നമ്മൾ അവിടെ വരെ എത്താനായിട്ട്. അതാണ് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുന്നത്. അപ്പം യജ്ഞങ്ങളെ കുറിച്ചെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള യജ്ഞങ്ങളെല്ലാം നമ്മൾ അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ മുൻപ് അധ്യായത്തിലെല്ലാം എന്തെല്ലാം യജ്ഞങ്ങൾ ചെയ്താലും, തപസ് ചെയ്താലും, വേദാധ്യയനം ചെയ്താലും, ദ്രവ്യയജ്ഞം ചെയ്താലും, എന്ത് ചെയ്താലും കൃഷ്ണാവബോധം അതിലൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണാവബോധത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ കൃഷ്ണാവബോധത്തിൽ ഇതെല്ലാം ഉള്ളപ്പോ നമുക്ക് ഏറ്റവും എളുപ്പം കൃഷ്ണാവബോധമാണ്, അല്ലെ? നമ്മള് ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്, തപസ് പോലെ ചാതുർമാസ്യ വ്രതങ്ങൾ എടുക്കുന്നുണ്ട്, ഭഗവാന് വേണ്ടി അമ്പലങ്ങൾ പണിയാനായിട്ട് നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മളെല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു തരത്തില് നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ തന്നെയാണ്. അത് നമ്മൾ സങ്കീർത്തന യജ്ഞം ചെയ്യുമ്പോൾ, നമ്മൾക്ക് ഈ കലിയുഗ ധർമ്മമായ സങ്കീർത്തന യജ്ഞം ചെയ്യുമ്പോൾ നമുക്കത് ഭഗവാനിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് നമ്മളെ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നു പ്രഭുപാദ, ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അയാൾ സാധാരണ നിലയിലായി. അതായത് ജീവാത്മാവിന്റെ മൂലസ്വരൂപം സേവകന്റേതാണ്. ഒന്നുകിൽ വ്യാമോഹകാരിണിയായ മായാശക്തിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ജീവാത്മാവിന് ആശ്രയിക്കേണ്ടി വരും. കാരണം ജീവാത്മാവിനെ ആരെങ്കിലും ആശ്രയിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും സേവിക്കണം എന്നുള്ളത് ജീവാത്മാവിന്റെ ഒരു ജന്മനാലുള്ള ഒരു സംഭവമാണ്, അല്ലെ? ഇപ്പൊ നമ്മള് ഭഗവാനെ സേവിച്ചില്ലെങ്കിൽ നമ്മള് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, അല്ലെ? ബാക്കി എന്തിനെങ്കിലുമൊക്കെ ആയിരിക്കും സേവിക്കാം. ചിലവര് ചെടികളെ ആയിരിക്കും, ചിലവര് പട്ടികളെ, പൂച്ചകളെ, ഒന്നും അല്ലെങ്കിലും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യാണ്ട് നമ്മളെ പോലുള്ള ആർക്കും ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ പറയണു, പക്ഷേ മായാരൂപിണിയായ ബാഹ്യശക്തിയെ ആശ്രയിക്കാനാണ് താല്പര്യമെങ്കിൽ ബന്ധനത്തിൽ പെടാതെ നിവൃത്തിയില്ല. അപ്പൊ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് മായയെ ആശ്രയിക്കുന്നവരാണ്. അപ്പൊ മായയെ എന്തുകൊണ്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഭൗതിക ലോകത്ത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്നതിന് എല്ലാത്തിനെയും, അല്ലെ, നമ്മൾ മായയാണെന്ന് ധരിക്കാണ്ട് നമ്മൾ അതെല്ലാം റിയൽ ആണെന്ന് വിചാരിക്കണം. ഇത് ആക്ച്വലി റിയൽ ആണോ എന്ന് വെച്ചാൽ ഇതൊരു ഷാഡോ ആണ്, അല്ലെ? നമുക്ക് 15ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ആ ധാമത്തിന്റെ ഒരു ഷാഡോ ആണ് നമ്മൾ ഈ കാണുന്ന ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഭൗതിക ലോകം റിയൽ അല്ലേ എന്ന് ചോദിച്ചാൽ, ഈ ജീവാത്മാവിന് വേണ്ടി ഭഗവാന്റെ എല്ലാം റിയൽ ആണെങ്കിലും ഇത് ഈ ഭൗതിക ലോകം എന്ന് പറയണത് ഒരു ഭഗവാന്റെ നിഴല് പോലെ, അതായത് ഭൗതിക ലോകത്തിന്റെ, ഭഗവാന്റെ അല്ല, ആധ്യാത്മിക ലോകത്തിന്റെ നിഴലായിട്ടാണ് ഭൗതിക ലോകത്തിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സുഖങ്ങളും അല്ല കിട്ടുന്നത്. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്നു. ഇതെല്ലാം കാരണം എന്താണ്? മായ. അപ്പൊ ഈ മായയ്ക്കുള്ള ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, പണ്ട് നാരദര് ഭഗവാനും കൂടെ ഇരിക്കുന്ന സമയത്ത് നാരദരുടെ വിചാരം നാരദര് ഭയങ്കര ഭക്തനാണെന്നാണല്ലോ. അപ്പൊ ഭക്തനാണ് കേട്ടോ, ഭക്തനാണല്ലോ. അപ്പൊ നാരദരിങ്ങനെ ആ ഭക്തിയുടെ ആ ഒരു ഇത് മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഭഗവാനോട് ചോദിക്കും, എന്താണ് ഭഗവാൻ ഈ മായ എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, നാരദരെ ഞാനത് പറഞ്ഞു തരാം, സമയം പോലെ പറഞ്ഞു തരാം എന്ന് പറയും. അങ്ങനെ ഭഗവാൻ നാരദരും കൂടെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ നാരദരോട് പറയും, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരൂ നാരദരെ എന്ന് പറയും. നാരദര് വെള്ളം എടുക്കാനായിട്ട് പോകും. നാരദര് വെള്ളം എടുക്കാൻ പോയത് മാത്രമേ നാരദർക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ആ വെള്ളം മേടിക്കാൻ പോണതിൽ നല്ലൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടുമുട്ടും. അപ്പൊ അവരായിട്ട് സ്നേഹം വരും. അങ്ങനെ അവരെ കല്യാണം കഴിച്ചു, കുട്ടികളായി, ജീവിച്ച് വർഷങ്ങളിൽ പോയതൊന്നും നാരദര് അറിഞ്ഞു തന്നെ ഇല്ല. അത് കഴിഞ്ഞ് അവിടെ വലിയൊരു കടൽക്ഷോഭം പോലെ ഭയങ്കരമായിട്ട് പ്രളയം വരുമ്പോ ഈ ഓരോ കുട്ടികളെ ഇങ്ങനെ രക്ഷിച്ച്, ഭാര്യയൊക്കെ രക്ഷിച്ച് വരുമ്പോ പെട്ടെന്നാണ് നാരദർക്ക് മനസ്സിലായത്, ഈ പ്രളയത്തിൽ പെട്ടെന്ന് വന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് വേഗം ആ ഇതിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഭഗവാൻ എത്തിയിട്ട് ചോദിച്ചു, എന്താ നാരദരെ വെള്ളം എടുക്കാൻ ഇത്രയും സമയമോന്ന്? അതാണ് മായ. നമ്മൾ പോലും അറിയണില്ല നമ്മള് എത്രയും മായയിലാണ് പെട്ടിരിക്കണെന്നുള്ള. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ പറയണതെന്ന് വെച്ചാൽ, മായാമോഹിതനായ ജീവൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സേവകനാണ്. അപ്പോ രണ്ടു തരം സേവകരുണ്ട്, അല്ലെ?
ഒന്ന് ഭഗവാന്റെ സേവകരുണ്ട്, ഒന്ന് ഭൗതിക പ്രപഞ്ചത്തിന്റെ സേവകരുണ്ട്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമുക്ക് ആരുടെ സേവകരാണെന്ന്. നമുക്ക് ഭഗവാന്റെ സേവകനാണെങ്കിൽ എന്ത് വേണം? ഭക്തി, നമ്മൾ ചാൻറ്റിങ് ചെയ്യണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണെന്ന്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. എത്ര പേരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആരാവുന്ന പറയണത്? ഈ ഭൗതിക ലോകത്തിന്റെ സേവകരാവും. അപ്പോ ഇവിടെ പറയണു, കാമലോഭങ്ങൾക്ക് കീഴടങ്ങിയ നിലയിലും ജീവാത്മാവ് താൻ ഈ ലോകത്തിന്റെ ഉടമയാണെന്ന് ഉടമയാണെന്ന് അഭിമാനിക്കുന്നു. ഇതാണ് വ്യാമോഹം. എന്താണ് വ്യാമോഹം എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മളെല്ലാവരും പെർമനന്റ് ആണ് ഇവിടെ. അത് യമധർമ്മൻ യുധിഷ്ഠിരനോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ലെ, എന്താണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ എത്രയോ പേര് മരിച്ചു പോകുമ്പോഴും നമ്മുടെ വിചാരം എന്താ? നമ്മളിവിടെ എപ്പോഴും നമുക്കതൊരിക്കലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ല. അത് തന്നെ വലിയൊരു അത്ഭുതമാണ് അല്ലെ. അപ്പൊ അത് കാരണം എന്താണ്? നമ്മൾ ഇതിന്റെ എല്ലാം ഉടമസ്ഥനാണെന്നുള്ള നമ്മുടെ ആ ചിന്തയാണ് നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത്. അത് വ്യാമോഹമാണെന്നാണ് പ്രഭുപാദ പറയുന്നത്. എന്നാൽ ഈ വ്യാമോഹത്തിൽ നിന്ന് മുക്തനാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മള് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ കൂടെ മാത്രമേ നമുക്ക് മുക്തി നേടാൻ സാധിക്കുള്ളൂ. പരമപുരുഷനായ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വയം സമർപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതായത് നമ്മൾ ഈ വ്യാമോഹത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഭഗവാനെ സമർപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അഭിമാനം എന്നൊക്കെ പറയില്ലേ, എന്റെ ആത്മാവ്, ആ ആത്മാവിൽ എന്ന് പറയണത് വെച്ചാൽ നമ്മുടെ ഭഗവാനെ സ്വയം കാണുക, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ മനസ്സിലാക്കാം. യന്ത്രാരൂപ നമ്മൾ ഇതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ പഠിക്കുന്നുണ്ടല്ലേ, എന്താണ് ആ യന്ത്രരൂപത്തില് ഞാൻ എല്ലാവരെയും പ്രവർത്തിപ്പിക്കണമെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈശ്വര സർവഭൂതാനം ഹൃദയേഷ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അവിടെയും ഭഗവാൻ പറയണത് ഈ മായ തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം ഭൗതിക ശക്തി കൊണ്ട് ഇങ്ങനെ യന്ത്രങ്ങള് എങ്ങനെയാണോ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ ഓരോ ഹൃദയത്തിലും ഇരുന്നിട്ട് ഭഗവാൻ നമ്മളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവാത്മാക്കൾ ഇങ്ങനെ ഇതെല്ലാം നിയന്ത്രിക്കുമ്പോഴും അവര് മനസ്സിലാക്കണില്ല ഇത് ഭഗവാനാണ് ചെയ്യണതെന്ന്. അതാണ് മായ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നിട്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ എന്താ വിചാരിക്കണേ? എന്റെ ശക്തിയാണെന്ന് അല്ലെ. നമ്മൾക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടല്ലേ, എന്റെ ശക്തി മൂലമാണ് എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഭഗവാൻ പ്രഭുപാദ പറയണു അതൊക്കെ അല്ല, അതൊന്നുമല്ല, ഭഗവാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, മായയുടെ ഒടുവിലത്തെ കെണി എന്താണെന്നറിയോ? ജീവാത്മാവിന്റെ അന്തിമമായ വ്യാമോഹം. അതാണ് മായയുടെ ഒടുവിലത്തെ കെണി. താൻ തന്നെ ഈശ്വരൻ എന്ന സിദ്ധാന്തമാണ്. അപ്പൊ കുറെ പഠിച്ചു, കുറെ ഞങ്ങള് യാഗങ്ങളെല്ലാം നടത്തിയാൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റും കുറെ അധികം ആൾക്കാർ പറയും, ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരാം, ഈ ഹോമം ചെയ്താൽ ഇത് വാങ്ങിത്തരാം, അത് ചെയ്താൽ നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കി തരാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഞാൻ ഈശ്വരനാണ് എന്ന് പറയുന്നതാണ് മായയുടെ ഏറ്റവും വലിയ കെടി എന്നാണ് ഇവിടെ പ്രഭുപാദ പറഞ്ഞു തരുന്നത് നമുക്ക്. ഈശ്വരൻ തന്നെയെങ്കിൽ ഈ സംശയത്തിന് കാരണമേ ഇല്ലല്ലോ. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞത് ഒരാളേ ഉള്ളൂ. അത് ആരാണ്? ദ അബ്സല്യൂട്ട് ട്രൂത്ത്. അതായതാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, കൃഷ്ണ. പരമ ദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് ഏറ്റവും, അതായത് അൾട്ടിമേറ്റ്, പരമം സത്യം. അത് മാത്രമാണ് ആ പരമസത്യം, അല്ലെങ്കിൽ ഭഗവാൻ ഈശ്വരൻ. അതിനപ്പുറം ബാക്കി ആര് തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാലും അത് തെറ്റാണ് എന്നാണ് പ്രഭുപാദ പറയുന്നത്. അത് തെറ്റെന്ന് മാത്രമല്ല, അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഈ മായയിൽ വീണ്ടും കുടുങ്ങും. അപ്പൊ ഈ മായയിൽ നിന്നുള്ള നമ്മളെ രക്ഷ നേടുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മള് ഭഗവാന്റെ അംശമാണ്. നമ്മളുടെ ഡ്യൂട്ടി ഭഗവാനെ സേവ ചെയ്യലാണ്. അപ്പൊ ഭഗവത് സേവനം ചെയ്തില്ലെങ്കിൽ നമ്മള് ആരാവും? മായയുടെ, അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സേവകരായിട്ട് മായയിൽ പെട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഈ ചക്രത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവിടെ പ്രഭുപാദം പറയണു,
അതാണ് മായേശക്തിയുടെ ശൃംഖലയിൽ അവസാനത്തെ കണ്ണി. മായയിൽ നിന്നുള്ള മോചനം എന്നാൽ പരമദിവ്യോത്തമമായ പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനവും അവിടുത്തെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. അപ്പോ മായയിൽ നിന്നുള്ള മോചനം പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് പറയുന്നു. ആ ജ്ഞാനം നമുക്ക് എങ്ങനെയാ കിട്ടുക? ഭഗവാന്റെ ഭക്തരിൽ കൂടെ. അപ്പൊ ഭഗവാന്റെ ഭക്തരിൽ കൂടെ ഭക്തസംഘം, അസോസിയേഷൻ, അത് വളരെ മുഖ്യമാണ്. അസംഗം ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഭഗവാനെ കുറിച്ച് കിട്ടില്ല. എന്നാൽ സത്സംഗം, അതായത് ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘം, എത്രത്തോളം നമ്മൾ ഭഗവത് സംഘത്തിൽ ഇരിക്കുന്നോ അത്രത്തോളം നമ്മളിൽ നിന്ന് മായയെ മാറ്റി നിർത്താൻ സാധിക്കും. പക്ഷെ എപ്പോൾ നമ്മൾ ആ മായയിൽ, ആ സംഘത്തിൽ നിന്ന് പുറത്തു വരണോ, അപ്പം നമ്മൾ മായയെ പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പോലും അറിയാണ്ടായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം ആ സംഘത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ ചാൻഡിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ കുക്ക് ചെയ്തത്, ഭഗവാന്റെ ഡ്രസ്സിനെ പറ്റി, ഭഗവാന്റെ ലീലകളെ പറ്റിയല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ആ ഒരു സംഘത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇപ്പൊ ബസ് പിടിക്കേണ്ടവരാണെങ്കിൽ ഉടനെ ബസ്സിനെ കുറിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ പോകേണ്ട സ്ഥലത്തിനെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ കൂടെയുള്ള ആളുടെ കൂടെ നമ്മൾ എന്താ സംസാരിക്കുക? ആ, നിങ്ങൾ എവിടെന്നാ വരണേ, നിങ്ങളുടെ വീട് എവിടെയാ, നാടെവിടെയാ, ഇതൊന്നും അറിഞ്ഞിട്ട് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ സംസാരിക്കും, കാരണം അവരെ പ്രീതിപ്പെടുത്തണം, നമ്മുടെ കൂടെ നടക്കണതല്ലേ. അപ്പൊ നമ്മൾ എന്തായി അവിടെ? നമ്മൾ പോലും അറിയാണ്ട് നമ്മളൊരു മായയില് വന്നിരിക്കുകയാണ് അവിടെ. ആ മായാശക്തി നമ്മളെ പിടിച്ചു, അതാണ് അതിന്റെ കാര്യം. അല്ലെങ്കിൽ അപ്പൊ പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് നമുക്ക് ഭഗവാന്റെ കാര്യം പറഞ്ഞു തന്നെ പോയാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം പറയാം. അപ്പൊ ആ ഭഗവാനെ പറ്റി നമുക്ക് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം, അവിടുത്തെ നിർദ്ദേശം നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന്, നമ്മുടെ ദീക്ഷാഗുരുവിനിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളാണ് നമുക്ക് ശിക്ഷാഗുരുക്കന്മാര് തരുന്നത്. അപ്പൊ ആ ശിക്ഷാഗുരുക്കന്മാരിൽ കൂടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുത സേവനം ചെയ്യുക. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കണത് ഭക്തരിൽ കൂടെ, നമ്മുടെ ഗുരു, സാധു, ശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഈ ഒരു ശ്ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് മോഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മോഹം എന്ന് പറയുന്നത് വെച്ചാൽ, ഇത് ജ്ഞാനം ഉള്ള ഒരാൾക്ക് മോഹം വരുന്നില്ല. അജ്ഞാനികളാണ് മോഹിക്കുന്നത്. അജ്ഞാനികളാണ് ഈ ഭൗതികമായ ഓരോ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ട, കാതിന് കേൾക്കേണ്ട പാട്ടുകൾ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണേണ്ട ചില സിനിമകള്, ഇതൊക്കെ നമ്മുടെ മോഹത്തിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോവുക ചെയ്യണത്. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ പൂരണത്തിന് വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ജ്ഞാനം വരുന്നില്ല. നേരെ മറിച്ച് ഇതെല്ലാം തന്നെ നമ്മൾ ഭഗവാന് വേണ്ടി സേവയായിട്ട് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ജ്ഞാനം വരുന്നു. അപ്പൊ എന്തുണ്ടാവണം? അവിടെ മോഹം വരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം, നമ്മൾ എന്ത് കണ്ടാലും എടുത്ത് വായിലേക്ക് കഴിക്കും, ഇടും. കാരണം അത് നമുക്ക് കഴിക്കാമല്ലോ, നമുക്ക് ഈസി ആയിട്ട്, നമ്മൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവില്ല. അടുക്കള കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ന് നമ്മൾ അത് ചെയ്യണില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഭഗവാനെ നേദിക്കാണ്ട് നമ്മൾ എങ്ങനെയാ കഴിക്കുക? അപ്പൊ ഭഗവാന് ഭോഗം വെക്കാണ്ട് നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളപ്പോ വരുമ്പോ എന്താവും? നമ്മൾ അത് അവിടെ കണ്ടാലും നമ്മുടെ ആ മോഹം അവിടെ വരുന്നില്ല, നമുക്ക് അതിനോടൊരു ആഗ്രഹം വരാണ്ടാവും. അപ്പൊ ആ ആഗ്രഹം വരാത്തതിന് കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം. എന്ത് ജ്ഞാനാണ്? ഭഗവാനോടുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ ആ ചിന്ത. അപ്പൊ അതുകൊണ്ട് നമ്മൾ താനെ നമ്മളിൽ ആ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ മോഹം ഇല്ലാണ്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു വൈരാഗ്യം വരികയാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾക്ക് വേണ്ടാത്ത, നമുക്ക് ആ സമയത്ത് അത് വേണ്ട എന്ന് നമ്മൾക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു ശക്തി വരുന്നു. അത് എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഭഗവാനെ കുറിച്ച് അറിഞ്ഞറിഞ്ഞ് ആ ജ്ഞാനത്തിൽ കൂടിയാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. അപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ ജീവാത്മാക്കളും ഈ ലോകത്ത് കാണുന്ന ഏത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ എന്താണുള്ളത്? എല്ലാവരും ഭഗവാന്റെ ദാസന്മാരാണ്. ഭഗവത് ദാസന്മാരാണെന്നുള്ള ബോധം, അതാണ് നമ്മളിൽ എല്ലാവർക്കും വേണ്ട ജ്ഞാനം. അതാണ് യഥാർത്ഥ ജ്ഞാനം. നമ്മളെല്ലാവരും ഭഗവത് ദാസന്മാരാണ്. ഈ നില മറന്ന് താൻ ആരാണെന്നും ആരുടെയും ദാസനല്ലെന്നും ഭൗതിക ലോകത്തിന്റെ ഉടമയാണെന്നും ജീവൻ വിശ്വസിക്കുന്നു. ജീവൻ എന്ന് പറയുന്നത് ഓരോ ജീവാത്മാക്കളെ പറ്റിയാണ് പറയുന്നത്. ഓരോ ജീവാത്മാക്കളും ചിന്തിക്കുന്നത്, ഞാനാണ് ഇതിന്റെ എല്ലാം ഉടമ, ഇതെല്ലാം എന്റെ അധീനതയിലാണ്, ഞാൻ പറയുന്നത് പോലെ ഇവരെല്ലാം ചെയ്യണം, കാരണം ഞാനാണ് ഇതെല്ലാം സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് കുറെ സ്വത്തുണ്ട്,
കുറെ വിദ്യാഭ്യാസം ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മള് ഉടമയായിട്ട് മാറും. നമുക്ക് ചുറ്റുള്ളവർ നമ്മുടെ സേവകരായിട്ട് ഉണ്ടാവും. സേവകരെ പോലെ നിൽക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളാണ് അൾട്ടിമേറ്റ് എന്നല്ല, നമ്മള് ഭഗവാന്റെ സേവകരാണ് എന്നുള്ള ആ പൂർണ്ണമായ മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. പ്രകൃതിയെ തനിക്ക് കീഴ്പ്പെടുത്താനാവാനുള്ള ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. ജീവാത്മാവിന്റെ വ്യാമോഹമാണിത്. ഭഗവാന്റെയോ ഒരു ഉത്തമ ഭക്തന്റെയോ കരുണയുണ്ടായാൽ ഈ മോഹം ഒഴിയും. ഈ മോഹം ഒഴിഞ്ഞാൽ കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ താല്പര്യം ഉദിക്കും. അപ്പം നമുക്ക് കൃഷ്ണാവബോധത്തിൽ താല്പര്യം ഉദിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് സത്സംഗമാണ്. സത്സംഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോ ഭഗവത്ഗീത പലരും പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. ഈ ഭഗവത്ഗീത യഥാരൂപം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയണേ, വായിച്ച് വരുന്തോറുമാണ് നമുക്ക് തോന്നുന്നത് ഭഗവാനെ കൃഷ്ണ ഇനി എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ടല്ലോ, നമുക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. കാരണം അത്രയും അധികം ജ്ഞാനം ഭഗവാൻ ഇതിൽ കൂടെ നമുക്ക് പലതരത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ആ ഒരു ചിന്തയിൽ കൂടെ നമ്മള് എന്താ പറയാ, എത്ര തന്നെ നമുക്ക് ആഗ്രഹം വരണോ അത്രത്തോളം ഭഗവാൻ നമുക്ക് മനസ്സിലാക്കിച്ച് തരും ഇതെല്ലാം. അപ്പൊ എന്താ ഉണ്ടാവുക, ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തൻ, അതിനാണ് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കണത് അല്ലേ. അപ്പൊ ഭഗവാനിൽ നിന്നുള്ള ഭഗവാന്റെ ആ കാര്യങ്ങൾ നമുക്കൊരു ഉത്തമ ഭക്തനിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ, ഇപ്പൊ രാവിലത്തെ ഭാഗവതായാലും ഇപ്പൊ ഭഗവത്ഗീതയാലും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഒരു നല്ലൊരു ഭക്തനിൽ നിന്നാണ്. അപ്പൊ അതിലവിടെ കലർപ്പ് വരുന്നില്ല. എല്ലാം യഥാരൂപത്തിൽ എങ്ങനെയാണോ പ്രഭുപാദയ്ക്ക് കിട്ടിയത് അത് അതേപടി തന്നെ പ്രഭുപാദ നമുക്ക് തരികയാണ് ചെയ്തേക്കണേ. അതിന് നമുക്ക് വേണ്ടത് എന്താ, ഭഗവാന്റെ കൃപ. എല്ലാം ഭഗവാന്റെ കൃപയിൽ കൂടെ തന്നെ നടക്കുള്ളൂ. ഭഗവാൻ നമ്മളിൽ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും സാധിക്കില്ല. അപ്പൊ ഭഗവാന്റെ കാരുണ്യം എങ്ങനെയാ കിട്ടുന്നത്, നമുക്ക് നമ്മുടെ ശിക്ഷാ ഗുരുക്കന്മാരിൽ കൂടെ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ ഭഗവാന്റെ കാരുണ്യാണ്. അല്ലെങ്കിൽ എത്രയോ പേര് നമുക്ക് ചുറ്റുണ്ട്, അവരാരും കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ താല്പര്യപ്പെടാത്ത എന്താ, അവരുടെ ഭൗതിക ആസ്വാദനത്തിലുള്ള അവരുടെ ആഗ്രഹം. കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് കൃഷ്ണാവബോധം. ഭൗതിക പ്രകൃതിയുടെ ബാഹ്യശക്തിയാൽ മോഹിതനായ ബദ്ധജീവൻ സർവജ്ഞനും സർവേശ്വരനുമായ ഭഗവാനാണ് പ്രപഞ്ച സർഗങ്ങളെല്ലാം ഉടമയെന്ന് അറിയുന്നില്ല. നമുക്കറിയാം ഭഗവാൻ ഷഡൈശ്വര്യങ്ങൾ നിറഞ്ഞതാണ് ഭഗവാൻ. ഇവിടെ ഭഗവാന്റെ സർവൈശ്വരനും സർവജ്ഞനും ആണ് എന്ന് എടുത്തു പറയാണ്. കാരണം എല്ലാം അറിയുന്നവനും എല്ലാ ജീവാത്മാക്കളുടെയും ഈശ്വരനുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാണ് ഈ കണ്ട എല്ലാ പ്രപഞ്ചത്തിന്റെയും ഉടമ. ഓരോ പ്രപഞ്ചത്തിനും ഉള്ളിലും ഭഗവാൻ ഉണ്ട് അല്ലെ. ഭഗവാൻ ഇങ്ങനെ എന്താ പറയാ, ഓരോരോ ചെറിയ ചെറിയ കടുകുമണി പോലെയാണ് ഈ കണ്ട ബ്രഹ്മാണ്ടങ്ങൾ എന്നാ പറയണേ. അപ്പൊ ഈ ബ്രഹ്മാണ്ടങ്ങൾക്കും എല്ലാം അധിപനായിട്ടുള്ള ഭഗവാൻ, അതാണ് സർവേശ്വരൻ. അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരൻ ഭഗവാനാണ്. ഇങ്ങനെ എല്ലാത്തിനെയും സർവജ്ഞനാണ് ഭഗവാൻ. ആ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമ എന്ന് നമ്മൾക്കറിയാം അല്ലെ. നമ്മൾ കാരണം അത് കേട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു സാധാരണക്കാരന് ഇത് മനസ്സിലാവില്ല. കാരണം അവൻ ഒരിക്കലും അതിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വന്തം വ്യക്തിത്വം അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹങ്ങൾ കുറഞ്ഞു പോയാലോ, അവരവരുടെ ആസ്വാദനം കുറഞ്ഞാലോ, അതുകൊണ്ടാണ് അവർക്ക് വരാൻ ഇഷ്ടമില്ലാത്തത്. കാരണം ആസ്വാദനം, ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി. പിന്നെ ചിലവരുണ്ട് കേട്ടോ, വരുന്നത് എന്തിനാ, വെറുതെ ഒരു രസം കേൾക്കാൻ. അതും നല്ലത് തന്നെ. കാരണം വെറുതെ ഇരിക്കണേലും നല്ലതല്ലേ നമുക്കിത് കേൾക്കാൻ പറ്റണുള്ള ഒരു ആഗ്രഹം വരുന്നത്. അതും ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഇപ്പൊ പറയണു, അദ്ദേഹം തന്റെ ഇഷ്ടമനുസരിച്ച് എന്തും ഭക്തന്മാർക്ക് നൽകും. എല്ലാവരുടെയും സുഹൃത്തായ അദ്ദേഹത്തിന് ഭക്തന്മാരോട് വിശേഷിച്ച് താല്പര്യമുണ്ട്. അതും നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ പറയാ, എന്റെ ഭക്തന്മാരോട് എനിക്കൊരു പ്രത്യേക വാത്സല്യം ഉണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഭൗതിക പ്രകൃതിയുടെയും സകല ജീവജാലങ്ങളുടെയും നിയന്ത്രകൻ അദ്ദേഹമാണ്. അക്ഷയമായ കാലത്തിന്റെ നിയന്താവും. എന്താ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കാലമാണ്. ഇത് വിശ്വരൂപ ദർശനത്തിന്റെ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ കാലരൂപമാണ്. ഭഗവാനെ അങ്ങ് ആരാണ്, എനിക്ക് അങ്ങയുടെ രൂപം കണ്ടിട്ട് പേടിയാവണുണ്ട് എന്ന് അർജുനൻ പറയുമ്പോ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, ഞാൻ കാലമാണെന്ന്. അതാണ് പറയുന്നത്, അക്ഷയമായ കാലത്തിന്റെ നീന്താവ് ആരാണ്, ഭഗവാനാണ്. സർവവിഭൂതികളുടെയും ശക്തികൾക്ക് നാഥനുമായ ഭഗവാൻ ഭക്തന്മാർക്ക് തന്നെയും ദാനം ചെയ്യും. അപ്പൊ ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണത്. ഭഗവാനെ അത്ര എളുപ്പത്തിൽ ആർക്കും കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഭഗവാനെ എളുപ്പത്തിൽ കിട്ടിയാൽ ഭഗവാൻ ആ ഭക്തന്റെ ദാസനാവുന്നാ പറയുന്നത്. അപ്പൊ ഭഗവാനെ അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്.
നമുക്ക് തോന്നും ഇത്ര എളുപ്പമാണ് ഭഗവാനെ കിട്ടാന്ന്. ഒരിക്കലുമല്ല. ഭഗവാനെ കിട്ടിയാൽ ഭഗവാൻ വിട്ടുപോവില്ല. നമുക്ക് ഗുരുവായൂര് ക്രൂരമ്മയുടെ കഥ അറിയാം അല്ലെ? എത്രയോ ചെറിയ കുട്ടിയായിട്ട് ആ അമ്മ മടിയിൽ, ആ ഭഗവാന്റെ മടിയിൽ കിടന്നിട്ടാണ് ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചത്. അത്രയും ഭക്തിയായിരുന്നു, പരിശുദ്ധ ഭക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിശുദ്ധ ഭക്തനെ ആണെങ്കിൽ ഭഗവാൻ എന്താ ചെയ്യാ? ഒരിക്കലും ആ ഭഗവാൻ ആ ഭക്തനെ വിട്ട് ആ ഭഗവാൻ ഭക്തന്റെ ദാസനായിട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ അത്ര എളുപ്പത്തിൽ കിട്ടാത്തത്. നമ്മൾ എത്രത്തോളം ഭഗവാനെ മനസ്സിലാക്കും തോറും പിന്നെയും ആഴക്കടൽ പോലെയാണ്. അപ്പോ ആ ഒരു ഭഗവാനെ വളരെ എളുപ്പത്തിൽ കിട്ടും എന്ന് വിചാരിക്കരുത്. അത് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വ്യാമോഹത്തിലാണ് കിടക്കുന്നത്. കാരണം ഭഗവാനെ തന്നെ ദാനം ചെയ്യേണ്ടി വരേ. അപ്പൊ നമുക്ക് എളുപ്പമല്ല ഭഗവാനെ കിട്ടുക എന്ന് പറയണത്. അങ്ങനെ വ്യാമോഹത്തിന് അടിമയാവുമ്പോ എന്താവും? അയാള് കൃഷ്ണഭക്തനാവില്ല. കാരണം നമ്മള് ദേവന്മാരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് പല ഭൗതികമായിട്ടുള്ള ഗുണങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടക്കും. പക്ഷെ കൃഷ്ണനെ കിട്ടിയാലോ എല്ലാം നടക്കും. പക്ഷെ കൃഷ്ണനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഭഗവാൻ അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മളപ്പോ എന്തായിട്ട് മാറുന്നത്? നമ്മൾ മായയുടെ സേവകരായിട്ട് മാറണം. അർജുനനാകട്ടെ പരമപുരുഷനിൽ നിന്ന് ഭഗവത്ഗീതോപദേശം കേട്ടപ്പോൾ വ്യാമോഹ മുക്തനായി. അതാണ് ഭഗവാൻ അർജുനൻ പറഞ്ഞത് അല്ലെ? നഷ്ടോമോഹ സ്മൃതി ലബ്ധ ത്വത്പ്രസാദാൽ മയാച്യുത. ഭഗവാനെ, അങ്ങയുടെ പ്രസാദം കൊണ്ട് എന്റെ വ്യാമോഹങ്ങളെല്ലാം പോയി എന്ന് പറയുന്നുണ്ട് അല്ലെ? കൃഷ്ണനെ അദ്ദേഹം ശരിയായി മനസ്സിലാക്കി. കൃഷ്ണനെ അർജുനൻ ശരിയായിട്ട് മനസ്സിലാക്കി. എങ്ങനെയാ കൃഷ്ണനെ അർജുനൻ ശരിയായിട്ട് മനസ്സിലാക്കിയത് അല്ലെ? 11ാമത്തെ അധ്യായത്തില് അർജുനൻ ഭഗവാന്റെ ആ രൂപം കാണുന്നുണ്ട്. അപ്പൊ ആ രൂപം കണ്ടിട്ട് അർജുനന് പേടിയാവുക ചെയ്യണത് അല്ലെ? പേടിയായിട്ട് അർജുനൻ പറയുന്നുണ്ട്, മതി കൃഷ്ണ, എനിക്കിത് കണ്ടിട്ട് പേടിയാവണു. എനിക്ക് അങ്ങയുടെ ആ സാധാരണ, അതായത് ആ 2 കൈയുള്ള ഫോമുള്ള രൂപം കണ്ടാൽ മതി. കാരണം ഇത് കാണും തോറും എനിക്ക് പേടിയാവണമെന്ന് അർജുനൻ പറയുന്നുണ്ട്. അതുകൂടാണ്ട് അർജുനൻ ഭഗവാനെ തന്നെ എന്താ പറയാ, നേരിട്ട് ഭഗവാനോട് പറയുന്നുണ്ടല്ലേ, അങ്ങ് എല്ലാത്തിന്റെയും, നമ്മള് 10ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ 4 ചതുശ്ലോകി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വരുമ്പോ അർജുനൻ പറയുന്നുണ്ടല്ലേ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭൂം. അങ്ങാണ് എല്ലാത്തിന്റെയും ശാശ്വതനായിട്ടുള്ള ആദിദേവൻ, അതായത് തുടക്കം ഭഗവാനിൽ നിന്നാണെന്ന് അർജുനൻ. എന്നിട്ട് അർജുനൻ അതും പറയണ്ടേ, ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, നാരദനും അസിതലനും വേദവ്യാസനും എല്ലാവരും ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാനെന്ന്. അവിടെ വെച്ച് തന്നെ അർജുനൻ ഇത് മനസ്സിലായിട്ടുണ്ട്. ഏതാമത്തെ 10ാമത്തെ അധ്യായത്തിൽ മനസ്സിലായി. 11ാമത്തെ അധ്യായത്തിൽ അർജുനൻ അത് കണ്ടു ഭഗവാനെ. പക്ഷെ ഇവിടെ 18ാമത്തെ അധ്യായത്തിൽ എത്തിയപ്പോ അർജുനൻ ഫുള്ളി സറണ്ടേർഡായി. ഇനി എനിക്കൊന്നും വേണ്ട കൃഷ്ണ, ഇനി അങ്ങ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തോളാം. ഭഗവത്ഗീത പഠനം കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയാൻ ഉതകുന്നതാണ്. അങ്ങനെ തികച്ചും കൃഷ്ണനെ പറ്റി ജ്ഞാനം നേടിയവർ ഭഗവാനെ സ്വയം സമർപ്പിക്കും. അതാണല്ലോ നമ്മുടെ പ്രഭുപാദ ചെയ്തല്ലേ, ഭഗവാനെ സ്വയം സമർപ്പിക്കുക ചെയ്യുന്നത്. അനാവശ്യമായ ജനപ്പെരുപ്പം കുറയ്ക്കണം എന്നാണ് കൃഷ്ണന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി അർജുനൻ അതിനുവേണ്ടി പൊരുതാനുറച്ച് വീണ്ടും വില്ലും ശരങ്ങളും എടുക്കുകയാണ്. ഭഗവത് നിർദ്ദേശം അനുസരണമായിരിക്കും ഈ യുദ്ധം. അപ്പൊ ആദ്യത്തെ ഇതിൽ തന്നെ അർജുനൻ പറയുന്ന ഒരു വാക്കുണ്ട്, ആവശ്യമില്ലാത്ത സന്താനങ്ങൾ ഉണ്ടാവുന്ന. പക്ഷെ ഇവിടെ പ്രഭുപാദ നമ്മളോട് പറയുന്നു, എന്താ പറയാ, അനാവശ്യമായ ജനപ്പെരുപ്പം കുറയ്ക്കാനാണെന്ന്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല്, ഇവിടെ അധർമ്മികൾ അത്രമാത്രം ഉണ്ട്. അധർമ്മികൾ കൂടുന്നതനുസരിച്ചിട്ട് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ദേശത്ത് അധർമ്മികളായ കുട്ടികളും ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ അധർമ്മികൾ കൂടുന്തോറും അവിടെ നല്ല ഭക്തന്മാർക്ക് ജീവിക്കാൻ സാധിക്കണില്ല, സാധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാണ്. അപ്പൊ ആ ഒരു ജനപരിപാടി, അല്ലെങ്കിൽ അധർമ്മികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ അർജുനനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അർജുനൻ അത് മനസ്സിലാവുകയാണ്, ഭഗവാൻ എന്താണ് അർജുനനിൽ നിന്ന് വേണ്ടത്, എന്താണ് അർജുനൻ ഭഗവാന് വേണ്ടി ചെയ്യേണ്ട സേവനം, അതാണ് ഇവിടെ. ആ സേവനം എന്താണെന്നുള്ളത് അർജുനൻ മനസ്സിലാക്കാണ്. അങ്ങനെ അർജുനൻ ഭഗവാനോട് പറയാണ്, കൃഷ്ണ, ഞാൻ എന്ത് ചെയ്യാനും അങ്ങയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറാണ്. കരിഷ്യേ വചനം തവ, ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പൊ അത് ഹരേ കൃഷ്ണ വായിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ. സോറി.